സോ ഹലോ എവരിബഡി, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ആനിമി എക്സ്പ്ലനേഷൻ അല്ല, പകരം ഒരു ആനിമയുടെ റിവ്യൂ ആണ്. നിങ്ങൾ തംബ്ലൈൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കണം ഞാൻ ഏത് ആനിമയുടെ കാര്യമാണ് പറയാൻ പോകുന്നതെന്ന്. വിൻലാൻഡ് സാഗ എന്ന് പറയുന്ന ഒരു ആനിമി. ഞാനിപ്പോൾ 2 കൊല്ലമായി ആനിമി കാണാൻ തുടങ്ങിയിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇഷ്ടം പോലെ ആനിമി കണ്ടു. പക്ഷേ എന്തുകൊണ്ട് ഞാൻ വിൻലാൻഡ് സാഗ പോലത്തെ ഒരു ആനിമി ഇത്രയും നാളായിട്ട് കണ്ടില്ല? ഇപ്പോൾ കുറച്ച് റീസെൻ്റ് ആയിട്ടാണ് ഞാൻ കണ്ടത്. കണ്ടു ഉടനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫുൾ എപ്പിസോഡ് കാണുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ എന്നെ ഒരു ആനിമി ലവറിനെ സംബന്ധിച്ച്, എന്നെപ്പോലൊരു ആനിമി ലവറിനെ സംബന്ധിച്ച് ഇതൊരു സൂപ്പർ ആയിട്ടുള്ള ഒരു ആനിമിയാണ്. കാരണം നല്ലൊരു സ്റ്റോറി, നല്ല നല്ല ക്യാരക്ടേഴ്സ് എല്ലാം കൊണ്ടും നല്ലൊരു ആർട്ട് വർക്കും ഉള്ള ഒരു ആനിമി. കാരണം സാധാരണ ഞാൻ ആനിമി കാണുമ്പോൾ എനിക്ക് ചില ഒരു ആനിമേഷൻ ഇഷ്ടപ്പെടാതെ വരും. പക്ഷേ വിൻലാൻഡ് സാഗയുടെ ആനിമേഷൻ എന്ന് പറയുമ്പോൾ പൊളിയാണ്. അത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇപ്പം ഞാൻ അതിൻ്റെ ഒരു ഷോർട്സ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്ര നല്ല ആനിമേഷൻ ഉള്ള ഒരു ആനിമിയാണ്. അതുപോലെ തന്നെ കഥ ഒരു നല്ല മോറലുള്ളൊരു കഥയാണ്. ഒരു വാർ ബേസ് കഥ, അതായത് വൈക്കിങ്സിനെയൊക്കെ ബേസ് ചെയ്ത് അങ്ങനെയുള്ള സ്റ്റോറി ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ആനിമിയാണ്. ഇതുവരെ 2 സീസണാണ് വന്നിരിക്കുന്നത്. അത് സീസൺ 1 24, അതുപോലെ തന്നെ സീസൺ 2 24, മൊത്തം ഏകദേശം 48ഓളം എപ്പിസോഡുണ്ട്. പക്ഷേ ഓരോ എപ്പിസോഡും എൻഡിങ് നല്ലപോലെ നമുക്കൊരു ത്രില്ലറായിട്ട് തന്നെ പോകുന്നുണ്ട്. ഒരു ലാഗ് നമുക്ക് തോന്നിക്കില്ല. പിന്നെ തുടക്കത്തെ 4 എപ്പിസോഡ് മാത്രമേ ചെറിയൊരു ലാഗ്, കഥയിലോട്ട് നമ്മൾ കയറാൻ വേണ്ടിയുള്ളൊരു ലാഗ് നമുക്ക് ഇത്രേ തോന്നുള്ളൂ. അതിനുശേഷം കത്തി കയറി ആനിമി പോയിക്കോളും. അപ്പോൾ നിങ്ങൾ 4 വരെ ഒന്ന് സാവധാനം ഒരു ക്ഷമയോടെ കാണാൻ ശ്രമിച്ചോളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ തമിഴ് ഡബ്ബ് നിലവിൽ കെഞ്ചിറോളിൽ ഉണ്ടെന്ന് ഞാൻ കേട്ടായിരുന്നു. പക്ഷേ ഞാൻ ഇംഗ്ലീഷാണ് കണ്ടത്. എനിക്ക് ഇംഗ്ലീഷാണ് കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത്. തമിഴ് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കണ്ടിട്ടുള്ളവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എങ്ങനെയുണ്ടായിരുന്നെന്ന്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു റിവഞ്ച് സ്റ്റോറിയാണ്. സീസൺ 1 ഫുൾ റിവഞ്ച്, നമ്മുടെ ഹീറോ എങ്ങനെയാണ് അവൻ്റെ ഒരു വാരിയറായി മാറുന്നതിനും ഒക്കെ ഒരു സീനാണ്. സീസൺ 2ലേക്ക് വന്നു കഴിയുമ്പോൾ നേരെ തിരിച്ച് നമ്മുടെ ഹീറോ എങ്ങനെയാണ് അവൻ ചെയ്ത ഒരു അറിയാലോ. സീസൺ 1 കണ്ടവർക്ക് അത് മനസ്സിലാകും. നമ്മുടെ ഹീറോ ചെയ്തതിൻ്റെ കാര്യത്തിൽ ഒരു റിഡപ്ഷൻ പോലെ തന്നെയാണ് സീസൺ 2. അധികം നിങ്ങൾ ആക്ഷൻ പ്രതീക്ഷിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം സീസൺ 2 എന്ന് പറയുമ്പം ആക്ഷനേക്കാളും കൂടുതൽ മോറൽ കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരു യുദ്ധം നടക്കുമ്പോൾ എന്തൊക്കെയാണ് ചുറ്റും നടക്കുന്നതെന്നൊക്കെ രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ സേവറി അടിമത്തത്തിൻ്റെയൊക്കെ കാണിക്കും. കാരണം ഞാൻ പറയും ഇതൊരു പിള്ളേർക്ക് കാണാൻ പറ്റുന്ന ആനിമയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം ഒരു 14 വയസ്സ് മേളിലുള്ളവർ ഇത് കാണുമ്പോൾ കഥ എന്തായാലും മനസ്സിലാകും. കുറേ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഈ ആനിമി ഉണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു ആസ് എ ആനിമി ലവർ നിങ്ങൾക്കൊരു നഷ്ടമായിരിക്കും എന്ന് ഞാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വിൻലാൻഡ് സാഗ എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, തമിഴാണോ ഇംഗ്ലീഷാണോ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ഓക്കെ. പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പം സോളോ ലെവലിംഗ് ഓൺഗോയിങ് ചെയ്യുന്നുണ്ട്. അപ്പം സീസൺ 2 മാത്രമേ ഉള്ളൂ. സീസൺ 1 ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കെഞ്ചിറോളിൽ തമിഴ് ഡബ്ബ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ സീസൺ 1 ചെയ്യാതെ സീസൺ 2ലേക്ക് കടന്നത്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ അത് ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുമെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ കുറേ മാൻവ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ പുതിയ പുതിയ ആനിമീസിനും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ. നമ്മുടെ ചാനലിൽ ആ സ്റ്റോറിയുടെ എക്സ്പ്ലനേഷൻ മാത്രമേ ഇടുന്നുള്ളൂ. ഓക്കെ ഗായ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം താങ്ക്സ് ഗായ്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.